വെറും കാശ് മേടിച്ചുകൊണ്ട് സർവേ നടത്തുന്നവരുണ്ട്. അതിൻ്റെ മഹത്വം കളഞ്ഞു. ഈ നേരത്തെ സർവേ മാന്യമായിട്ട് നടത്തുമായിരുന്നു. ഭൂരിപക്ഷം 20,000 മുകളിൽ നിന്നും സംശയിക്കേണ്ട. അത് വേണമെങ്കിൽ 35,000 40,000 ആവാം. 5 വർഷം ഒരു MLA ഉണ്ട്, PC ഒരു MLA ആണ്. ഈ രണ്ട് പേരെയും കമ്പയർ ചെയ്യാൻ, ആ കമ്പയർ ചെയ്തതിൻ്റെ ജനക്കൂട്ടമായി കാണുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇടയ്ക്ക് മുടി നോക്കുന്നതല്ലാന്ന് എനിക്ക് മനസ്സിലായി. പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. അവസാന റൗണ്ടിൽ പൂഞ്ഞാറിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ട് 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോവുക, താമര കളത്തിൽ വോട്ട് ചെയ്യുക. ഇതാ പറയാനുള്ളത്. അത് ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. സാർ, ഈ പ്രീ സർവേ ഫലങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ സത്യത്തിൽ അതധികം ശ്രദ്ധിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ വെറും കാശ് മേടിച്ചുകൊണ്ട് സർവേ നടത്തുന്നവരുണ്ടെന്ന്. അതിൻ്റെ മഹത്വം കളഞ്ഞു. ഈ നേരത്തെ സർവേ മാന്യമായിട്ട് നടത്തുമായിരുന്നു. ഇപ്പം സർവേ കാശ് കൊടുത്താൽ, ഇപ്പം മോനെ നീ മത്സരിക്കുന്നില്ലോ, നീ ജയിച്ചെന്ന് വേണ്ടി സർവേ കാണിച്ചോളാം. അതുകൊണ്ട് സർവേയാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല, ഞാൻ അന്വേഷിക്കാറില്ല. വിജയസാധ്യതയാണ് സാർ പറയുന്നത്. ഭൂരിപക്ഷം എത്രയായിരിക്കും? ഭൂരിപക്ഷം 20,000 മുകളിൽ നിന്നും സംശയിക്കേണ്ട. അത് വേണമെങ്കിൽ 35,000 40,000 ആവാം. 5 വർഷം PC ജോർജ് ഇല്ലാത്തൊരു പൂഞ്ഞാറായിരുന്നു. അതാണ് മോനെ എൻ്റെ നേട്ടം. ജനങ്ങൾക്ക് 5 വർഷം ഞാനില്ല, 5 വർഷം ഒരു MLA ഉണ്ട്, PC ഒരു MLA ആണ്. ഈ രണ്ട് പേരെയും കമ്പയർ ചെയ്യാനും, ആ കമ്പയർ ചെയ്തതിൻ്റെ ജനക്കൂട്ടമായി കാണുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇടയ്ക്ക് മുടി നോക്കുന്നതല്ലാന്ന് എനിക്ക് മനസ്സിലായി. വലിയൊരു തിരിച്ചറിവായിരിക്കും. തിരിച്ചറിവ് ഉറപ്പാണ്, യാതൊരു സംശയം. പ്രധാനമായി പൂഞ്ഞാറിൽ ഇപ്പോൾ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ എന്താണ്? ഒത്തിരി ഉണ്ട് മോനെ. ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നം. ഈ അമ്മമാരി വെള്ളം ചുമന്നുള്ള അടപ്പ് ഒന്ന് നിർത്തണ്ടേ. കുടിവെള്ള പ്രശ്നം തിരക്കണം. 1. 2, കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണം. ഈ 2 കാര്യം ചെയ്താൽ പട്ടയമില്ലാത്ത 7,000-ഓളം ആളുകൾ പല മേഖലയിലായിട്ടുണ്ട്. അവർക്ക് പട്ടയം കൊടുക്കണം.